ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്ന് ഞാനും സച്ചും കൂടെ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാട്ടോ. ആള് പ്രഗ്നൻ്റ് ആണേ. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ പോയി ആളെ കണ്ടു. തിരിച്ച് സച്ചുവിൻ്റെ വീട്ടിലേക്കാട്ടോ വന്നത്. സച്ചുവിൻ്റെ വീടിൻ്റെ അടുത്താണ് ആളുടെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സച്ചുവിൻ്റെ വീടും സച്ചുവിൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട്. ഏകദേശം എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ. ഇവരെ കുഞ്ഞു മക്കളെ നോക്കണ പോലാണ് സച്ചു കൊണ്ട് നടക്കുന്നത്. വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ചെടികളാട്ടാ. പിന്നെ വെറും ഈ കാഴ്ചക്കുള്ള ചെടികൾ മാത്രമല്ല, അല്ലാണ്ട് പല പല ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് പുറത്തിട്ടാ. അത് ഈ വീട് കൂടുന്നതിൻ്റെ മുന്നേ അവരിങ്ങനെ നട്ട് വളർത്തി ഏകദേശം വീടായപ്പോഴത്തേക്കിനും ആ മരങ്ങളൊക്കെ ഏകദേശം വലുതായിട്ടുണ്ട്. ഇവിടുത്തെ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ 2 വലിയ സ്റ്റാൻഡ്. അതിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസും അതുപോലെ സീസി പ്ലാന്റ്, കാക്ടസ് ഒക്കെ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം അവർക്കൊന്നും അത്ര അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാട്ടോ. ഇവിടെ തന്നെയാണ് ഡൈനിങ്ങും അതുപോലെ ലിവിങ്ങും ഉള്ളത്. ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ വീടുണ്ടാക്കിയിട്ട് ഏകദേശം 6-7 വർഷമായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ അടുത്ത് വയലായതുകൊണ്ട് കുറച്ചിങ്ങനെ അടിയിലൊക്കെ ഭയങ്കര വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഏകദേശം റെനോവേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് സച്ചുവിൻ്റെ മൂത്ത മോന്. ഇത് ഫുള്ള് അവൻ്റെ റൂമും അവൻ്റെ സോഫ, അവൻ്റെ ബെഡ്, അവൻ്റെ TV. അവൻ മാത്രമേ അവിടെ TV കാണാറുള്ളൂ കേട്ടോ. അവനക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അതിൽ പ്ലേ ചെയ്യുള്ളൂ കേട്ടോ. അവൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടാണ്. എപ്പോൾ പോയാലും അവിടെ നിന്ന് അവനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാപ്പിളപ്പാട്ടുണ്ടാവും. പിന്നെ ഇത് എനിക്ക് സച്ചു സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഒരു ട്യൂണയും പിന്നെ ഒരു കാലിഫോർണിയ ഗാർഡൻ്റെ ഫൂല് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. അത് ഈ ബ്രാൻഡിൻ്റെ തന്നെ കേട്ടോ, അടിപൊളി. ഇതിനാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അന്ന് എനിക്ക് വയറിനൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്തോ ഒരു ഡൈജഷൻ പ്രോബ്ലം. അപ്പോൾ സച്ചു എനിക്ക് കുറച്ച് അയമോദകമൊക്കെ വെച്ച് ഇത്തിരി വെള്ളമൊക്കെ കാച്ചി തന്ന് ഞാനതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ മുന്നിൽ തന്നെ നല്ല വയലുണ്ട്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. ഞാൻ ഇവിടെ വരുന്ന സമയത്തൊന്നും ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ കാലിക്കറ്റിൽ നിന്ന് വരുന്ന വഴി ചിലപ്പോൾ ഇവിടെ കയറും. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടാവും. അങ്ങനെ നമ്മളത് കൊടുത്ത് വാങ്ങി ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ അന്നും തന്നെ ഞാൻ ബസ്സിനോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഓട്ടോ പിടിച്ചിട്ടോ തിരിച്ച് എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് അമ്ര ഭയങ്കരമായിട്ട് കച്ചറുണ്ടാക്കുന്നുണ്ട്. കാരണം അമ്രയും ഉമ്മയും വീട്ടിൽ ഒറ്റക്കാണ്. അജു അസയൊക്കെ ഇവിടെ ഉപ്പൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ അവൾക്ക് വല്ലാണ്ട് ബോറടിക്കുന്നു, ഉമ്മനെ അടുങ്ങാറാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ, ഞാൻ നിങ്ങൾ എന്നെ കൂട്ടാൻ വാ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈവനിങ് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് അവർക്കും കാണാം. പിന്നെ എനിക്കാണെങ്കിൽ ബസ്സിനോ ഓട്ടോ ഒക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടൈം ഇവിടെ കിട്ടി. അങ്ങനെ ഞാൻ വെറുതെ അകത്തെല്ലാം ഷൂട്ട് ചെയ്ത് താഴെ എത്തിയപ്പോൾ ഉണ്ട് സച്ചു എന്തെല്ലോ പരിപാടിയിലാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഊതൊക്കെ കത്തിച്ച് വീട്ടിൽ ഫുള്ള് സുഗന്ധം പരത്താനുള്ള പ്ലാനിലാണ്. മാത്രമല്ല ഈ അടുത്തല്ലേ സൗദി പോയി വന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കുറച്ച് സാമഗ്രികളൊക്കെ കൈവശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളെ കരിയാണ് ഇറക്കി വെച്ചത്. കരി നല്ലോണം ചൂടാക്കിയിട്ട് ഇറക്കി വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഊതിൻ്റെ ആ പൊടി ഇട്ടതാണ്. സംഭവം ഏതായാലും കൊള്ളാട്ടാ, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. പിന്നെ ആ ബോക്സ് ഭയങ്കര ക്യൂട്ട് ബോക്സ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ലൈറ്റും പിന്നെ അതിൻ്റെ ഫ്യൂംസൊക്കെ വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് എൻ്റെ അയമോദകത്തിൻ്റെ വെള്ളാട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് സച്ചുവിൻ്റെ ഔട്ട്ഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ചെടികൾ മാത്രമല്ല, പല ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും പിന്നെ ഓർക്കിഡ്സും അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഗാർഡനൊക്കെ ഇല്ലേ, അതൊക്കെ സച്ചുവിൻ്റെ ഓൺ ഐഡിയയിൽ തന്നെ സെറ്റ് ചെയ്താണ് കേട്ടോ. ഈ വെച്ചിരിക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്.
പിന്നെ അതുപോലെ സ്റ്റോൺസില്ലേ, ഉരുളങ്കല്ല്, ഇതുപോലെ ഒരു കുറേ ചാക്ക് കണക്കിന് വാങ്ങിയിട്ട് അങ്ങനെ ഗ്രാസും സ്റ്റോൺസും ഒക്കെ നിരത്തി ഇവിടെ സെറ്റ് ചെയ്താണ്. കാരണം ഇവിടെ ഫുള്ള് മണ്ണായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്ലാന്റ്സ് വരും, വീഡ്സ് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു ലോഡ് പ്ലാന്റ്സ് ആയിട്ട് പോവായിരുന്നു കേട്ടോ. ഏത് ചോദിച്ചാലും സച്ചു തരും. പക്ഷേ ഞാൻ അവിടെ കൊണ്ടുപോകും, വെക്കും. കൊണ്ടുപോയതൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഇപ്പം ഞാൻ കൊണ്ടുപോകലും ചോദിക്കലൊക്കെ നിർത്തിയിട്ടാ. പല ടൈപ്പ് പല കളറിലുള്ള ഓർക്കിഡ്സ് ഉണ്ട്. അതുപോലെ പല വെറൈറ്റിയിലുള്ള കാക്ടസുകളുണ്ട്. പിന്നെ ഹോയ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം മാഷാഅല്ലാഹ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മളെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വരുന്നത്. താമര ഉണ്ട്, പിന്നെ ഒരു 3, 4, 5, 6 ടൈപ്പ് ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ആമ്പലുണ്ട്. താമര ഇതുപോലെ വിത്ത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. നല്ല ഭംഗിയാണ് ആ പൂവ് കാണാൻ തന്നെ. നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വെച്ച് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യണം അതിൽ താമര ഉണ്ടാവണമെങ്കിൽ. അപ്പം അങ്ങനെ എനിക്ക് 2, 3 പ്രാവശ്യം താമര ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല. അതിന് കുറച്ച് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് മിറാക്കിൾ ഫ്രൂട്ട്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുതരലുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയോ സമയത്തേക്ക് അതിൻ്റെ ഒരു മധുരം നമ്മളെ വായിലിരിക്കും. വേറെ എന്ത് കഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യൂല. ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു വലിയ മരമുണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ എന്താ മണിപ്പേരെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞി പേരക്ക, അതിന് അതന്നെയാണോ പറയാന്ന് എനിക്കറിയില്ല. സൈസ് വെക്കൂല, പക്ഷെ പഴുത്താൽ ഭയങ്കര സോഫ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മാംഗോസ്റ്റീൻ ഉണ്ട്, ബറാബ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അതെന്താന്ന് തന്നെ എനിക്കറിയില്ല. എനിക്കൊക്കെ സച്ചു പറഞ്ഞു തന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം വെയിൽ ആവശ്യമില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ സൈഡിലേക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-5 വെറൈറ്റിയിലുള്ള ആമ്പലുണ്ട്. അതിലൊരു കുഞ്ഞ് ലീഫായിട്ടുള്ള ആമ്പലാണ് കേട്ടോ അത്. ഞാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന്. പിന്നെ ഇത് ടയറിൻ്റെ ഉള്ളിൽ ഒരു ചട്ടി ഇറക്കി വെച്ചതാട്ടോ. അങ്ങനെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഈ സൈഡിലാണുള്ളത്. ഈ മരങ്ങളൊക്കെ ഇവിടെ ആദ്യം ഉണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഈ പേയ്മെൻറ്റ്സും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്തത് പിന്നീടാണ്. അങ്ങനെ അപ്പുറത്തെ സൈഡിലാണ് പിന്നെ ഈ ഇലച്ചെടികളും, അതായത് നല്ല ഭംഗിയുള്ള ഇലകൾ വരുന്ന ചെടികളില്ലേ, അങ്ങനത്തെ പ്ലാന്റ്സും പിന്നെ വേറെയും കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉള്ളത് ഈ സൈഡിലാട്ടോ. കുറേ പുറത്തേക്ക് വെക്കും, കുറേ പ്ലാന്റ്സ് ഉള്ളോട്ട് വെക്കും. അങ്ങനെ ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ റംബുട്ടാന് എനിക്കൊരു 3-4 പറിച്ചു തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. റംബുട്ടാൻ എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് ഉണ്ട്. ചിലതിൻ്റെ കുരു നല്ല ചെറുതായിരിക്കും, ചിലതിൻ്റെ നല്ല വലുപ്പമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലഷ് കുറയും. ഇത് ചെറിയ കുരുവും നല്ല ഫ്ലഷുള്ള സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു വേറെ ഏതോ ടൈപ്പ് ലെമൺ ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ. അതായത് ലീഫ് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ആ ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ബിഗോണിയ. പിന്നെ എനിക്ക് പ്ലാന്റ്സിൻ്റെ പേരൊക്കെ ആദ്യമൊക്കെ നല്ലോണം അറിയായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഇവർക്കൊന്നും തീരെ വെയിൽ വേണ്ട കേട്ടോ. അങ്ങനെ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഇങ്ങനത്തെ പ്ലാന്റ്സ് വെക്കേണ്ടത്. അപ്പോൾ എനിക്കങ്ങനെ കുറേ പ്ലാന്റ്സ് ചൂടുകൊണ്ടും വെയിലുകൊണ്ടൊക്കെ എൻ്റെ പ്ലാന്റ്സ് നശിച്ചു പോയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളവും വളവും മാത്രം ഇട്ടുകൊടുത്തിട്ട് കാര്യമില്ല. അവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെയിൽ കാണിക്കണം. പിന്നെ അവരുടെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൽ വേറെ വീഡ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. അതിന് ഫെർട്ടിലൈസ് ചെയ്യണം. അപ്പം അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഏകദേശം 1 വർഷമൊക്കെ ആയി അവരെ റീപോർട്ട് ചെയ്യണം. അങ്ങനെ അതിനോട് ഭയങ്കരമായ ഒരു ഡെഡിക്കേഷൻ വേണം. ഇത് എന്തോ ചാമ്പക്കൻ്റെ മരാട്ടോ. ഇത് ഫുള്ളായിട്ട് പൂവിട്ടിട്ടുണ്ട്.
അപ്പോൾ അതിന്മേൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. എന്ത് ചാമ്പയ്ക്കാന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ജാതിക്കുണ്ട്, അതുപോലെ പീനട്ട് ബട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പീനട്ട് ബട്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ചധികം തൂങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാം പോലെ തേച്ച് കഴിക്കുന്ന ആ ബട്ടർ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു ഫ്രൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വള്ളിയാട്ടോ. എല്ലാ സാധനവും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ. ഇതാണ് പീനട്ട് ബട്ടർ. ആ ഒരു കണ്ടോ, ഒരു റെഡ് കളർ, ഒരു ഓറഞ്ച് കളറിൽ കണ്ടില്ലേ? ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചപ്പം ഞാൻ എന്താ പറയുക, ശരിക്കും നമ്മളൊരു കടലൻ്റെ ഒക്കെ അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഭയങ്കര മധുരമോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ ഒരു ഫ്രൂട്ടാണെങ്കിലും നമുക്കൊരു പീനട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ കുരുവൊക്കെ ഉണ്ട്, പക്ഷെ കുരു നമുക്ക് കഴിക്കാം, അത് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കുരുവാണ്. മിക്ക മരത്തിൻ്റെ അടിയിൽ അതിൻ്റെ തൈകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒക്കെ തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര വെയിൽ കാരണം അത് പോയി. ഇത് തേനീച്ചക്കൂടാണ് കേട്ടോ. ഇതെന്തോ തനിയെ വന്നിട്ട് കൂട് കൂട്ടിയതാന്നൊക്കെ പറഞ്ഞ് സച്ചു, എനിക്ക് എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ 2-3 സ്ഥലത്ത് ഇതുപോലെ തേനീച്ചൻ്റെ കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഫ്രഷ് റംബുട്ടാൻ എനിക്ക് പറിച്ചു തന്നു കേട്ടോ. ഒരു ഫെർട്ടിലൈസർ കൂടാത്ത നല്ല അടിപൊളി സാധനം. നമ്മൾ കാണുമ്പോൾ ഫുൾ ഗ്രീൻ ആണെങ്കിലും അത് പഴുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയെല്ലാം പോക്കി അത് ഫുള്ള് ഞാൻ തന്നെയാണ് കഴിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫ്ലഷുള്ള ഐറ്റാണ്. അതിൻ്റെ കുരു ചെറുതാണ്. അതും കഴിച്ച് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തിറങ്ങിയാൽ വീടിൻ്റെ നേരെ മുന്നിൽ കാണുന്നത് തന്നെ കേട്ടോ വയൽ. ഓരോ ഏരിയ എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് അല്ലേ. ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വയലുകളും അതുപോലെ പാടങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ തോട്ടങ്ങളായിരിക്കും അല്ലേ. അവിടെ കഴുങ്ങുണ്ടാവും, വാഴ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ തോട്ടങ്ങളാണ്. എനിക്കിങ്ങനെ ഈ വയൽ പ്രദേശമായിട്ട് വലിയ ബന്ധമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നടക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് സച്ചു എന്തെല്ലോ പെറുക്കുന്നുണ്ട്, ഇതൊക്കെ തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, പക്ഷെ സാധനം കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണ്. ഭയങ്കര മധുരമൊന്നുമല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിരിക്കും ഇത്. ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അതിനകത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു ടൈപ്പ് കുരുവാണ്. അപ്പോൾ റംബൂട്ടാനും കഴിക്കുന്നുണ്ട്. ഇതുപോലെ പോകുന്ന വഴിക്ക് കിട്ടുന്ന പല സാധനങ്ങളും എനിക്ക് പറിച്ചു തരുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നുമുണ്ട്. ഈ വയലിൻ്റെ ഒരു ഭാഗം ഫുള്ള് ആമ്പലാണ് കേട്ടോ. ഇഷ്ടം പോലെ ആമ്പലുണ്ട്. പക്ഷെ അതിൻ്റെ സമയം, അതായത് രാവിലെ 11 മണി വരെയൊക്കെയാണല്ലോ അത് വിരിഞ്ഞിരിക്കുക, രാത്രി മുതൽ. അപ്പോൾ ഇത് വിരിഞ്ഞിരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു മോർണിംഗ് 11 o'clock ഒക്കെ ആകുമ്പോൾ, 11 o'clock മുന്നേ എത്തണം, എന്നാലേ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. എന്നാലും ഇത് ഭയങ്കര ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഈ പാടത്ത് 2-3 സ്ഥലത്ത് ഇതുപോലെ തോണികളൊക്കെ ഉണ്ട് കേട്ടോ. തോണി കണ്ടപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഒന്ന് അതിൽ കയറിയിട്ടൊന്ന് ഒരു റൈഡ് പോയാലോ എന്നൊക്കെ. പിന്നെ ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്താ വെച്ചാൽ, വലിയ ആൾക്കാരും പിള്ളേരൊക്കെ അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇട്ട് നിൽക്കുന്ന കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അന്നേരം കുറേ ടൈം നിന്നാൽ ഒരു 2-3 ഒക്കെ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. അപ്പോൾ അവരുടെ നൃത്തവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവരുടെ ഒരു ടൈം പാസ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ബക്കറ്റ് ഇരിക്കുന്നുണ്ട്. ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അവർ എന്ത് കോൺഫിഡൻസിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ പിടിക്കണമെന്ന്. അത്യാവശ്യം കുറേ മീനുണ്ടായിരുന്നു കേട്ടോ ബക്കറ്റിൽ. പല പല വെറൈറ്റി മീനുകളുണ്ട്. അത് കണ്ടപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം നടന്ന് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു
കുറച്ച് അപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ 2-3 കുളങ്ങളൊക്കെ ഉണ്ട്. ഒരു സമൂസ കുളം ഉണ്ട്, പിന്നെന്താ വേറെയും പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. ഇതൊക്കെ മുള വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനത്തെ ഓരോ സ്പേസസ് ആട്ടോ. ഒന്നുമില്ല, ആളുകൾക്ക് വരാനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം എനിക്ക് പറിച്ചു തന്നില്ല, അതിൻ്റെ ഉള്ളിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പോലത്തെ. ഇതിപ്പോൾ പച്ചയാണ്, നേരത്തെ യെല്ലോ കളറിൻ്റെ ഉള്ളിൽ ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള പോലത്തെ കുരു തന്നെയായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവിടുത്തെ നാട്ടുകാർ തന്നെ ആയിരിക്കണം. കുറേ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞി തട്ടുകടകളും ഉണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്ക്. ഈ ഏരിയ ഒക്കെ ഇതുപോലെ ഫെൻസൊക്കെ ഇട്ടിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കാണ് നമ്മളുടെ ആദ്യത്തെ കുളം കണ്ടത്. പിള്ളേരെ ഇഷ്ടം പോലെ ഉണ്ട്, കുളിക്കുന്ന ചാടുന്ന. ഇത് ശരിക്കും നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുളം ഏതാണെന്നോ അല്ലെങ്കിൽ പാടം ഏതാണെന്നോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. നിർത്താതെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം നിറഞ്ഞിട്ട് ഈ റോഡ് അടക്കം മൂടും. പിന്നെ നമുക്ക് റോഡ് ഏതാണെന്നോ പാടം ഏതാണെന്നോ അല്ലെങ്കിൽ കുളം ഏതാണെന്നോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കുമ്പോഴാട്ടോ അവിടെ വേറൊരു കുളം. അവിടെ ആരും കുളിക്കുന്നൊന്നും കാണുന്നില്ല. എനിക്കറിയില്ല യൂസ് ചെയ്യുന്ന കുളമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. ഒരു പായ അതിൽ വീണെടുക്കുന്നുണ്ട്. പക്ഷെ അതിലത്തെ വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി, നല്ല നീല കളറ് വെള്ളമായിരുന്നു, അടിപൊളി വെള്ളം. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഓരോ കുളങ്ങൾ കാണുമ്പോൾ ഞാൻ പിന്നെയും എക്സൈറ്റഡ് ആവുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടെ എന്തോ ഒരു സമൂസക്കുളം ഉണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാലും അത് കാണാലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ നടക്കുക കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ജനിച്ച് വളർന്നവർക്കില്ലേ, അവരുടെ നാട്ടിൽ നിന്നൊന്നും അവർക്ക് മാറി നിൽക്കാൻ ഒരു താല്പര്യം ഉണ്ടാവാറില്ല കേട്ടോ. കാരണം എൻ്റെ ഉപ്പൊക്കെ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ, അതായത് അവർക്ക് ഒരു ദിവസം ലീവ് കിട്ടിയാൽ ഒരു 6, 7, 8 പ്രാവശ്യമൊക്കെയാണ് കുളത്തിൽ വന്ന് ചാടലും നീന്തലും ഒക്കെ. അതും ഒറ്റക്കല്ല കേട്ടോ, ഫ്രണ്ട്സും ഉണ്ടാകും കൂടെ. മാത്രമല്ല അവരെന്തെല്ലോ ഗെയിംസ് വരെ കളിക്കും ഈ വെള്ളത്തിൻ്റെ ഉള്ളിലും വെള്ളത്തിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട്. ഇന്നത്തെ കുട്ടികൾക്കിപ്പോൾ ഇങ്ങനത്തെ പാടവും തോടൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയല്ലേ. പിന്നെ ഒട്ടുമിക്ക കുട്ടികളും പൂളിലാണല്ലോ നീന്താൻ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാലെത്താത്ത സ്ഥലത്ത് നീന്താൻ അവർക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്ന് ഞങ്ങൾ സമൂസക്കുളത്തിൻ്റെ ആ ഏരിയയിൽ എത്തിയപ്പം അവിടെ ഇതുപോലെ ഭയങ്കര ബഹളവും ചാട്ടവും കുളിയും കുട്ടികളും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സമൂസക്കുളം. ഇത് ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ടാണ് അതിനാ പേര്. പക്ഷെ അവിടെ പണി നടക്കണോണ്ട് അപ്പം അവിടെ പിന്നെ കുളിയോ കാര്യങ്ങളോ ഒന്നും പറ്റൂല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നമ്മൾ നിന്ന് കുട്ടികൾ കുളിക്കുന്നതും ചാടുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിന്ന്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എന്തെല്ലോ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോഴാണ് നമുക്കൊരു കോള് വരുന്നത്. ഉപ്പയും ഉമ്മയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ കാണാൻ ലേറ്റ് അവർ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചിനി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറേ സമയം നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ഓട്ടോ കിട്ടിയപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. അങ്ങനെ മക്കളും ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടെ എന്നെ കൂട്ടാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആ സമൂസക്കുളത്തിൻ്റെ അവിടെ നിന്ന് നല്ല ഫ്രഷ് വെണ്ടക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ പാടത്തുണ്ടായ വെണ്ടക്ക തന്നെയാണ്. നല്ല ഇളയ വെണ്ടക്ക കേട്ടോ. അവരൊക്കെ അങ്ങനെ തന്നെ കഴുകിയിട്ട് പച്ചക്ക് കടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വെണ്ടക്ക പച്ചയിൽ കടിച്ച് തിന്നുന്നത്. നമ്മൾ കുക്കുമ്പറൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലായി. അപ്പോൾ വീണ്ടും നമ്മളെ കുറച്ചും കൂടെ പീനട്ട് ബട്ടറൊക്കെ പറിച്ചു കൊണ്ടുവന്ന്. മക്കൾക്ക് അറിയില്ലേനു ഞാൻ ഇങ്ങോട്ടാണ് വന്നത് എന്ന്. അപ്പോൾ അവരോട് പറയാണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ആദ്യം കുറച്ച് കച്ചറെല്ലാം ഉണ്ടാക്കിട്ടോ. പിന്നെ സച്ചു നല്ല ബ്രെഡൊക്കെ വാട്ടി തന്നു കേട്ടോ. എരിവിലാണേ, മധുരമല്ല. പക്ഷേ കുറച്ച് സ്പെഷ്യലാണ് ഇത് കേട്ടോ. ഇതിൽ 30 എന്തെല്ലോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ ലേശം എന്തോ ഇഞ്ചി, വെളുത്തുള്ളി,
അതുപോലെ ചിക്കൻ്റെ എന്തോ കായം തേച്ച എന്തോ പീസ് ഉണ്ടായിരുന്നു. നമ്മൾ പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മസാല ആക്കി വെക്കൂലേ, അതിൻ്റെ ഒരു 2 ചിക്കൻ പീസൊക്കെ ഇട്ടിട്ടാണ് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ടാണ് ആ ബ്രെഡ് അതിൽ മുക്കിയെടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് അതിനുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.